അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരി സഹോദരന്മാരെ, സൂറ അൽ ജാസിയയിലെ 12-13 സൂക്തങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹ്റ ലിതജ്രിയൽ ഫുൽകു ഫീഹി ബി അംരിഹി. അല്ലാഹുല്ലദീ, അല്ലാഹു അവനാണ്, സഖറ കീഴ്പ്പെടുത്തി തന്നു, വിധേയമാക്കി തന്നു, ലക്കും നിങ്ങൾക്ക്, അൽ ബഹ്റ കടലിനെ, സമുദ്രത്തെ, ലിതജ്രിയൽ ഫുൽക ഫീഹി ബി അംരിഹി അവൻ്റെ ആജ്ഞാനുസാരം അതിൽ കപ്പലുകൾ ഒഴുകാൻ, സഞ്ചരിക്കാൻ. വലിതബ്തഗൂ മിൻ ഫദ്ലി, നിങ്ങൾ ആഗ്രഹിക്കുക, മിൻ ഫദ്ലിഹി അവൻ്റെ അനുഗ്രഹങ്ങൾ, അഥവാ അതിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുക. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അവനോട് നന്ദിയുള്ളവരാവുക. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളുള്ളത് അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. ജമീഅം മിൻഹും, എല്ലാം അവിങ്കൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ഇതിൽ ചിന്തിക്കുന്ന ജനത്തിന് മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് ഈ ഭാഗത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അള്ളാഹു സമുദ്രത്തെ മനുഷ്യന് കീഴ്പ്പെടുത്തി തന്നു. സമുദ്രം, അതിലെ വ്യാപാരം, നാവിക പ്രവർത്തനം, മത്സ്യബന്ധനം, അതിലെ മുത്തുകളും പവിഴങ്ങളും വാരിയെടുക്കുക, ഇപ്പോൾ അത് വിനോദസഞ്ചാരം തുടങ്ങിയവ എന്ന അർത്ഥത്തിലെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു കടലിനോട് ചേർത്ത് കപ്പലിനെ കൂടി സൂചിപ്പിക്കുന്നു. ആ കടലിൽ കപ്പൽ സഞ്ചാരയോഗ്യമാക്കി. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ 41 സൂക്തത്തിൽ പറയുന്നുണ്ടല്ലോ, വായത്തുല്ലഹും അന്ന ഹമൽന ദുർരിയത്തഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. ഇവിടെ നൂഹ് നബിയുടെ കപ്പലാണ് ഉദ്ദേശം. നിറക്കപ്പെട്ട കപ്പൽ അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് സൂറത്ത് യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്തിനാണ് എന്നതിൻ്റെ ഒറ്റ വാക്കിൽ ഉത്തരം വലഅല്ലക്കും തഷ്കുറൂൻ എന്നാണ്. അള്ളാഹുവോട് നന്ദിയുള്ളവരാകുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും അതിൽ നിന്ന് പരമാവധി നന്മകൾ പ്രയോജനപ്പെടുത്തുകയും അള്ളാഹുവോട് നന്ദിയുള്ള അടിമകളായി മാറുകയും ചെയ്യണം എന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് ഖുർആൻ്റെ അവതീർണത്തെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതിൻ്റെ അവസാനം ഇങ്ങനെയാണല്ലോ, വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ അള്ളാഹുവോട് നന്ദിയുള്ളവരാകുക. നിങ്ങൾക്ക് അള്ളാഹു കണ്ണും അതുപോലെ തന്നെ കേൾവിയും ബുദ്ധിയും എല്ലാം നൽകി. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ നന്ദിയുള്ളവരാകുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിൽ കുറച്ചാളുകൾ മാത്രമേ നന്ദിയുള്ളവരാകുന്നുള്ളൂ. ഖലീലമ്മാ തഷ്കുറൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരമാണിത്. ഇവിടെ ഖുറൈശികൾ തങ്ങളുടെ വ്യാപാര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അബിസീനിയൻ, ആഫ്രിക്കൻ തീരദേശങ്ങൾ പോകാറുണ്ട്. യാത്രകളിൽ കപ്പലുകളിലും ഉരുക്കകളിലുമായി അവർ ചെങ്കടൽ തരണം ചെയ്തിരുന്നു. ചെങ്കടൽ ഒരു ആപത്തുള്ള, അപകട സാധ്യതയുള്ള സമുദ്രമാണ്. അതിൽ കടൽക്ഷോഭങ്ങൾ ധാരാളം ഉണ്ടാകും. ജലത്തിനടിയിൽ ധാരാളം പാറകളുമുണ്ട്. കടൽക്ഷോഭത്തിൽപ്പെട്ട കപ്പലുകൾ അതിൽ ചെന്നിടിക്കുമോ എന്ന് എപ്പോഴും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതിനാൽ അള്ളാഹു ഇവിടെ വരച്ചു കാണിക്കുന്ന ചിത്രം ഖുറൈശികൾക്ക് സ്വന്തം അനുഭവങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ആ ഒരർത്ഥത്തിൽ സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. തുടർന്ന് പറയുന്നു, ആകാശഭൂമികളുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമിയ.
വിശുദ്ധ ഖുർആന്റെ മറ്റൊരു അധ്യാപനമാണ് എല്ലാ മനുഷ്യർക്ക് വേണ്ടി എന്നാണ്. ഒരു വസ്തുവിനെ ഒരാൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിന് 2 രൂപങ്ങളുണ്ട് എന്ന് സയ്യിദ് അബുൽ അഅ്ല മൗദൂദി അദ്ദേഹത്തിൻ്റെ തഫ്ഹീമിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, വസ്തുവിനെ അയാളുടെ ആജ്ഞാനുവർത്തിയാക്കുകയും ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കാനും അധികാരം നൽകുക. രണ്ടാമത്തേത്, ആ വസ്തുവിൽ അയാൾക്ക് ഗുണകരമാവുകയും അയാളുടെ നേട്ടത്തിന് സേവനമനുഷ്ഠിക്കും വിധമുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ചുമത്തുക. ആകാശഭൂമികളിലെ സകല വസ്തുക്കളെയും അള്ളാഹു മനുഷ്യന് വിധേയമാക്കിയിട്ടുള്ളത് ഒരേ അർത്ഥത്തിലല്ല. ചില വസ്തുക്കളെ ഒന്നാമത്തെ രീതിയിലും മറ്റേ വസ്തുക്കളെ രണ്ടാമത്തെ രീതിയിലുമാണ് വിധേയമായത്. ഉദാഹരണം, വായു, വെള്ളം, മണ്ണ്, തീ, സസ്യങ്ങൾ, ഖനിജങ്ങൾ, കന്നുകാലികൾ തുടങ്ങിയ ഒട്ടേറെ വസ്തുക്കൾ മനുഷ്യന് പൂർണ്ണാർത്ഥത്തിൽ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവ നമുക്ക് വിധേയമായിട്ടുള്ളത് രണ്ടാമത്തെ അർത്ഥത്തിലാണ്. തുടർന്ന് പറയുന്നത് ജമീഅൻ മിൻഹും, എല്ലാം അവങ്കിൽ നിന്നാണ് എന്നാണ്. ഈ വാക്യത്തിന് 2 ആശയമാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ ദാനം ഈ ലോകത്തെ രാജാക്കന്മാരുടെയും സമ്പന്നന്മാരുടെയും ദാനം പോലെയുള്ളതല്ല. പ്രജകളിൽ നിന്ന് നേടുന്ന ധനം പ്രജകളിൽ തന്നെ ചിലർക്ക് നൽകുകയാണ് രാജാക്കന്മാരും ധനികന്മാരും ചെയ്യുന്നത്. അടിസ്ഥാനപരമായി സമ്പത്ത് അവരുടേത് മാത്രമല്ലല്ലോ. മറുവശത്ത് പ്രപഞ്ചത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സ്വയം പടച്ചുണ്ടാക്കിയതാണ്. അവനത് സ്വന്തം നിലയിൽ മനുഷ്യന് നൽകുന്നു. അഥവാ ജമീഅ മിന്നും, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റേതാണ്. രണ്ടാമത്തെ ആശയം, ഈ അനുഗ്രഹം പടച്ചുണ്ടാക്കുന്നതിലോ അവയെ മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിലോ അള്ളാഹുവിൻ്റെ കൂടെ ഒരു പങ്കാളിയുമില്ല എന്നാണ്. അള്ളാഹു മാത്രമാണ് അവയെ സൃഷ്ടിച്ചത്. അവൻ തന്നെ അതിൽ നിന്ന് മനുഷ്യന് നൽകുകയും ചെയ്യുന്നു. അഥവാ ഒരു സഹായവും ഒരനുഗ്രഹങ്ങളും അതിൽ മറ്റൊരാൾക്കും ഒരു പങ്കാളിത്തവുമില്ല എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യതഫക്കറൂൻ എന്നാണ്. ഫിക്ർ, ചിന്തിക്കുക, ചിന്ത. യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കുക. യുക്മിനൂൻ, വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പ്രയോജനപ്പെടുന്നത് ബുദ്ധി ഉപയോഗിക്കുന്നവർക്കും അള്ളാഹുവിൽ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി വിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണേണ്ടുന്ന രൂപത്തിൽ കാണാൻ പരിശ്രമിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്കാണ്. സയ്യിദ് അബുൽ അഅ്ല മൗദൂദി സാഹിബ് അതിന് മനോഹരമായി ഇങ്ങനെ പഠിപ്പിക്കുന്നു: അള്ളാഹു വിധേയമാക്കിയിരിക്കുന്നു എന്നതിൽ ചിന്തിക്കുന്നവർക്ക് മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. ഭൂമി മുതൽ ആകാശലോകങ്ങൾ വരെയുള്ള സകല വസ്തുക്കളെയും ശക്തികളെയും ഒരു നിയമത്തിൻ്റെ അനുവർത്തികളാക്കി വെച്ച സ്രഷ്ടാവും സംവിധായകനും നിയന്താവും ഉടമസ്ഥനും ഒരേയൊരു ദൈവമാണെന്ന യാഥാർത്ഥ്യം ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ആ ഏകദൈവം അള്ളാഹു തന്നെയാണ് മനുഷ്യൻ്റെയും റബ്ബ്. അവനാണ് തൻ്റെ യുക്തി കൊണ്ടും കഴിവുകൊണ്ടും കാരുണ്യം കൊണ്ടും ഈ വസ്തുക്കളെയെല്ലാം മനുഷ്യജീവിതത്തിനും അവൻ്റെ സുഖസൗകര്യങ്ങൾക്കും സാംസ്കാരിക ഉന്നതികൾക്കും നാഗരിക വികാസത്തിനുമുള്ള സാമഗ്രികളും ഉപാധികളുമായി നിർമ്മിച്ചു വെച്ചത്. അല്ലാതെ ആരുമല്ലല്ലോ. ആ ഒരു ദൈവം മാത്രമേ മനുഷ്യൻ്റെ ദാസ്യവും നന്ദിയും നേർച്ചാ വഴിപാടുകളും അർഹിക്കുന്നുള്ളൂ. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളോടും ദാസ്യവേല പാടില്ല, നന്ദി പാടില്ല, നേർച്ച വഴിപാടുകളോ പ്രാർത്ഥനകളോ പാടില്ല. മറ്റൊരു ശക്തിയും ഈ ശക്തികൾ നിർമ്മിക്കുന്നതിൽ ഒരു പങ്കുമോ വഹിച്ചിട്ടില്ല. ഇവയെല്ലാം മനുഷ്യന് അധീനപ്പെടുത്തി കൊടുക്കുന്നതിലും പ്രയോജനപരമാക്കുന്നതിലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, മറ്റൊരു ശക്തിയുടെയും തീരുമാനമല്ല. 2 ആയത്തുകൾ മാത്രമാണ് എങ്കിലും അള്ളാഹു നമുക്ക് വിധേയമാക്കി തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ആ അനുഗ്രഹങ്ങളോട് മനുഷ്യർക്കുണ്ടാവേണ്ടുന്ന സമീപനത്തെക്കുറിച്ചും വളരെ കൃത്യമായി മനോഹരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യൻ്റെ ബാധ്യതയാണ് ലഅല്ലക്കും തഷ്കുറൂൻ, അള്ളാഹുവോട് നന്ദിയുള്ളവരാകുക. ശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് നല്ലവരായി ജീവിക്കാൻ, ഖുർആൻ്റെ ആശയങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.